27 ശനിയാഴ്ച നമ്മുടെ ഈ അധ്യയന വർഷത്തെ വാർഷിക പൊതുയോഗം മനുഷ്യന്റെ നിത്യജീവിതത്തിനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ വിവിധ വിദ്യകൾ നേടിയെടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാലയം അഥവാ പാഠശാല. അധ്യാപനവും അധ്യയനവും ചേരുന്നതാണ് വിദ്യാഭ്യാസം. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സംസ്കാരം പകർന്നു നൽകപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമായാൽ വിദ്യാലയമാവില്ല. അതിന്റെ സുഗമമായ നടത്തിപ്പിന് മറ്റു പല ഘടകങ്ങളും ആവശ്യമാണ്. അതിൽ പ്രധാനമാണ് മാതാപിതാക്കളുടെ പങ്ക്. നമ്മുടെ വിദ്യാലയത്തെ മുന്നേറിയിരിക്കുന്നതിൽ പൂർണ്ണമായ സഹകരണം മതവഴിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാന അധ്യാപിക ശ്രീമതി റീത്ത ടീച്ചർ. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി റീത്ത ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിച്ചു. സംസ്ഥാനത്തൊട്ടാകെയുള്ള മത്സരത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ ക്യാഷ് അവാർഡ് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് നിർമ്മലയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയത് അതിന് പ്രധാന പങ്ക് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. രക്ഷിതാക്കളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു, ഒപ്പം നന്ദിയും പറയുന്നു. ഈ വർഷത്തെ പ്രവർത്തനത്തെ ഒത്തിരിയേറെ സഹായിച്ചു. ഏറെ ആദരവോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഹസൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജ്മെന്റ് സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ മാനേജ്മെന്റ് വലിയ പങ്കാണ്. മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ വിൽസൺ, അദ്ദേഹം നമ്മുടെ മദർ തെരേസ സേവന അവാർഡ് നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന് എത്താമെന്നേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ ശ്രീ വിൽസൺ നെടുവേലിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി വർഗീസ്. നിങ്ങൾക്കറിയാം, കുറെ പാരന്റ്സിനൊക്കെ അറിയാം, കഴിഞ്ഞ 1-2 വർഷമായി ശ്രീമതി മേഴ്സിയാണ് MPTA പ്രസിഡന്റ്. MPTA സംഘടനയുടെ എല്ലാ അംഗങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനും PTA പ്രസിഡന്റ് PTയോട് ഒത്തുനിന്ന് PTA ആൻഡ് PTA ഇവിടെ രണ്ടല്ല, നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ, അവർക്ക് ഏക അഭിപ്രായമാണ്. നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി വർഗീസിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ കാതലായ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കും. സ്കൂളിന്റെ ഭരണ ചുമതലകൾ മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാന്യനായ അദ്ദേഹത്തിന്റെ മകന്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തോടുകൂടി നമ്മുടെ PTAയുടെ സേവനം അവസാനിക്കുകയാണ്. ശ്രീ ആന്റണി സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയോ എന്നറിയില്ല. വളരെ മികച്ച PTA ആയിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ, പറഞ്ഞറിയിക്കാനാവാത്ത വാക്കുകളോടെ നമ്മുടെ സമാധാനപരമായ ഈ കഴിഞ്ഞ വർഷത്തെ അധ്യയനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ മദർ തെരേസ സേവന അവാർഡ്. പാരന്റ്സിന് പലർക്കും അറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ PTAയിലെ മിസ്റ്റർ ബെന്നിയെ വിളിച്ചപ്പോൾ പറഞ്ഞു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. ടീച്ചറെ, എന്താണ് കാര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം അവര് നമ്മളെ അഭിനന്ദിച്ചു, ആശംസിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അതിനൊരു ഡീറ്റെയിൽ കാര്യം അവർക്ക് അറിയേണ്ടതാണെന്നില്ല. അതായത് ഫാദർ ഡേവിസ് ചെറുമലച്ചന്റെ നേതൃത്വത്തിൽ കുട്ടികളിലെ സേവന മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് കുട്ടികൾക്ക് പഠിക്കുക, മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുക എന്ന് മാത്രമേ കാലമത്രയും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളാണ് 12 മുതൽ 15 വയസ്സുള്ള കുട്ടികളിലെ മറ്റുള്ളവരെ 168 മണിക്കൂർ 5 മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച് മദർ തെരേസ സേവന അവാർഡിന് 5 കുട്ടികൾ ക്യാഷ് അവാർഡിന് അർഹരാവുകയും ബാക്കി 8 കുട്ടികൾക്ക് മികച്ച പെർഫോമൻസിന് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ്. വിജയസായ കുട്ടികൾ അതുപോലെ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ച് 1, 2, 3 സ്ഥാനത്തിന് അർഹരായ മിടുക്കന്മാരും മിടുക്കികളും അവരുടെ രക്ഷിതാക്കള്, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, മീറ്റിങ്ങിൽ എത്തിച്ചേർന്ന പ്രിയ രക്ഷിതാക്കളെ, നിങ്ങളാണ് നിർമ്മലയുടെ കരുത്ത്. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. 100% ഞങ്ങൾ നീതി പുലർത്തും. കുട്ടികളുടെ വിജയം, പാഠ്യേതര പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രധാന ലക്ഷ്യം, മുഖ്യ എയിം കുട്ടികളുടെ റിസൾട്ട് തന്നെയാണ്. മികച്ച മാർക്ക് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള പ്രവർത്തന പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിലും അത് ഉണ്ടാകും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒത്തിരിയേറെ പാരൻസ് മെസ്സേജ് ഇടാറുണ്ട്, വിളിക്കാറുണ്ട്. അത് ഇനിയും തുടരുക.
നമുക്ക് ഒരു മാറ്റം എല്ലാവർക്കും കൂടി ഒരു ഒത്തൊരുമിച്ച് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ വർഷം നടന്ന സ്കൂൾ പ്രവർത്തനങ്ങളുടെ പൊതു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ജോബി അഗസ്റ്റിൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, 2023-24 അധ്യയന വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട്. അധ്യാപനവും അധ്യയനവും ചേരുന്നതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അറിവും സംസ്കാരവും പകർന്നു നൽകപ്പെടുന്നു. കുട്ടികളുടെ ശാരീരികവും സമ്പൂർണവുമായ വിദ്യാഭ്യാസം കണ്ടെത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ഒരുപടി മുൻപിലാണ് നിർമ്മല. 1968 വിദ്യാലയം ആരംഭിച്ചത് മുതൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ മികച്ച തലമുറയെ വാർത്തെടുക്കുന്നു. 56 വർഷത്തെ സേവന കാലഘട്ടം ഓർക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ വിവരണാതീതമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. വിജയമൊരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. നിർമ്മല ഹൈസ്കൂളിലെ 2023-24 അധ്യയന വർഷത്തെ 56ാമത് വാർഷിക റിപ്പോർട്ട് പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഹൈലൈറ്റുകൾ അവതരിപ്പിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അധ്യയന വർഷം സന്തോഷപ്രദമായ പഠനം, ആഘോഷങ്ങൾ, മത്സരങ്ങൾ, നേട്ടങ്ങൾ ഇവയിലൂടെ ഉൽപാദനക്ഷമവും ആസ്വാദ്യകരമായ പഠനാനുഭവം ഉറപ്പിക്കുവാൻ നിർമ്മല കുടുംബം ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു. മാനേജ്മെന്റ്, സ്റ്റാഫ്, PTA നിർമ്മലയുടെ ഏറ്റവും മൂല്യവത്തായതും എന്നാൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതുമായ മാനേജ്മെന്റ്, PTA, MBTA, OSA, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നിവരുടെ കഠിനാധ്വാനവും ആധികാരികമായ ഇടപെടലുകളും കൊണ്ട് ഈ സ്ഥാപനം കെട്ടിപ്പടുത്തിരിക്കുന്ന പ്രശസ്തി എത്തിപ്പിടിക്കുവാൻ സഹായമാകുന്നത്. SSLC റിസൾട്ട്. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ആകെ 202 വിദ്യാർത്ഥികൾ പരീക്ഷ എത്തുകയും അവർ എല്ലാവരും തന്നെ ഉപരിപഠനത്തിന് അർഹരാകുകയും ചെയ്തു. ഈ മികവിനായി സഹകരിച്ച രക്ഷിതാക്കൾ, കുട്ടികൾ, പ്രധാന അധ്യാപിക, സ്റ്റാഫ്, PTA, MBTA, OSA എന്നിവരെ ഈ തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു, പ്രശംസിക്കുന്നു. ഈ ഉന്നത വിജയത്തിന്റെ നിലവിൽ 30 കുട്ടികൾക്ക് ഫുൾ A+ഉം 9 A+ നേടിയ 5 പേരും 8 A+ നേടിയ 7 പേരും ഉൾപ്പെടുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വ്യക്തിഗത ശ്രദ്ധ, ശരിയായ മാർഗനിർദ്ദേശങ്ങൾ, പരിഹാര നടപടികൾ എന്നിവ മികച്ച ഫലങ്ങൾ കൊണ്ടുവന്നു. അതിൽ മോർണിംഗ് ക്ലാസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിനായി പ്രവർത്തിച്ച അധ്യാപകരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല, അതുപോലെ തന്നെ മാതാപിതാക്കളെയും. നിർമ്മലയെ 100% മികവിലേക്ക് എത്തിച്ച വിദ്യാർത്ഥികളും മാതാപിതാക്കൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. PTA ഭാരവാഹികൾ SSLC പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി പ്രസിഡന്റായും ശ്രീ ആന്റണിയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. MBTA പ്രസിഡന്റായി ശ്രീമതി മേഴ്സി വർഗീസിനെയും വൈസ് പ്രസിഡന്റായി സന്ധ്യ സുനിലിനെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. 2023-24 അധ്യയന വർഷത്തിന് ദീർഘകാല നിർമ്മലയിൽ സേവനമനുഷ്ഠിച്ച ഷൈനി ടീച്ചറും അധ്യാപനത്തിൽ നിന്നും വിരമിച്ചു. 2024 ജൂൺ 1 പുതിയ അധ്യയന വർഷവും മെറിറ്റ് ഡേയും സംയുക്തമായി ആഘോഷിച്ചു. കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി അവധിക്കാല ഫുട്ബോൾ പരിശീലനം, സൗജന്യ കരാട്ടെ പരിശീലനം, കായികമേളകൾ എന്നിവ നടത്തപ്പെട്ടു. സബ് ജില്ലാ കായികമേളയിൽ 92 പോയിന്റോടെ ജില്ലയിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സബ് ജില്ലാ ചാമ്പ്യന്മാരായി നമ്മുടെ വിദ്യാർത്ഥികൾ. നിർമ്മലയെ പ്രതിനിധീകരിച്ച് 16 വിദ്യാർത്ഥികൾ റവന്യൂ ജില്ലയിലും 2 വിദ്യാർത്ഥികൾ സംസ്ഥാന കായികമേളയിലും പങ്കെടുക്കുകയുണ്ടായി. യുവജനോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ലോകോത്തര സംഘടനയായ സ്കൗട്ട് ആൻഡ് ഗൈഡ്, റെഡ് ക്രോസ്, ലിറ്റിൽ ഗൈഡ്സ് തുടങ്ങിയ സംഘടനകളും അതോടൊപ്പം തന്നെ വിവിധ ക്ലബ്ബുകൾ നമ്മുടെ വിദ്യാലയത്തിൽ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ്
ശ്രീ ഹസന അവർകളാണ്. വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ ഹസനാർ സർ. ഔദ്യോഗിക തിരക്കിനിടയിലും വിദ്യാലയത്തിലെ ഏതൊരു ആവശ്യത്തിനും എത്തിച്ചേർന്ന് നമുക്ക് പിന്തുണ നൽകുന്നതിലും എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുന്നതിലും അദ്ദേഹം തൽപരനാണ്. May I invite Sri Hasanar Kevi, President of Parent Teacher Association, for the Presidential Address. നമസ്കാരം. എന്നെ വളരെ ഭംഗിയായി ഇവിടെ സ്വാഗതം പറഞ്ഞ എൻ്റെ ടീച്ചറും അതുപോലെ തന്നെ MC ആയി വർക്ക് ചെയ്യുന്ന ടീച്ചറും പരിചയപ്പെടുത്തി. എന്നിരുന്നാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കുറേ പേരൊക്കെ എന്നെ അറിയാം. ഞാൻ ഈ തെക്കുംകര സ്വദേശി തന്നെയാണ്. എൻ്റെ പേര് ഹസനാര്. ഞാൻ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് സൂപ്പർവൈസറായി വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ടീച്ചേഴ്സൊക്കെ എടുത്തു പറഞ്ഞു, വളരെ നമ്മൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഒരുമയോടുകൂടി നമ്മളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അവരുടെ എടുത്തു പറയേണ്ടതാണ്. അവരുടെ ആ പ്രവർത്തനം അത് തന്നെയാണ് നമ്മുടെ മക്കളെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ ഒരു PTA ോടുള്ള കരുതലിന്റെയും ഭാഗമായി വിവിധ എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. Now is the time for the giving away of various endowments to our dearest students. കഴിഞ്ഞ വർഷത്തിൽ 8-9 ക്ലാസ്സുകളിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റ് ആണ് ആദ്യം വിതരണം ചെയ്യുന്നത്. സമ്മാനം വിതരണം ചെയ്യുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ ഹസനാർ സാറിനെ ക്ഷണിച്ചു. വിദ്യാലയത്തിന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് വന്ന് കുട്ടിയോടൊപ്പം സമ്മാനം സ്വീകരിക്കണം, ആ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 2 പേർക്കുണ്ട്. ഇസ മരിയ ആൻഡ് പ്രത്യൂഷ്. ഇസ മരിയ ഇസയുടെ മാതാപിതാക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫാണ് ഇസയുടെ മാതാപിതാക്കള്. ഇസയുടെ പിതാവ് മിസ്റ്റർ ജോബി സ്കൂളിലെ ക്ലർക്കും ഇസയുടെ മദറും സ്കൂളിലെ സ്റ്റാഫ് തന്നെയാണ്. രണ്ടുപേരും ഒരുമിച്ച് സമ്മാനം കുട്ടിയോടൊപ്പം 3ാം സ്ഥാനം, 8ാം ക്ലാസ്സിലെ 3ാം സ്ഥാനം. പ്രത്യൂഷിന്റെ അമ്മയാണ് വന്നിരിക്കുന്നത്. പ്രത്യൂഷും അമ്മയും ഒരുമിച്ച് സമ്മാനം സ്വീകരിക്കാം. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അനന്യ KS. അനന്യ വന്നിട്ടില്ല, എത്തിച്ചേർന്നിട്ടില്ല. അടുത്തതായി കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളാണ്. ഫസ്റ്റ് പ്രൈസ് എവിൻ ക്രിസ് ജെമി. എവിന്റെ മാതാപിതാക്കളെയും ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് എവിന്റെ പിതാവ് PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സെക്കൻഡ് പ്രൈസ് ആര്യനന്ദ AC പ്രസന്റ് അല്ലാതെ തോന്നുന്നു. തേർഡ് പ്രൈസ് ഗോസ് ടു ആൻലിയ KS. അധ്യയന വർഷത്തിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ DPIയുടെ നേതൃത്വത്തിൽ നടത്തിയ സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയിലെ വിജയിക്കുള്ള സമ്മാനമാണ് അടുത്തത്. സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിനായി ദ്രാവിഡിനെ ക്ഷണിച്ചുകൊള്ളു. MPTA പ്രസിഡന്റ് ശ്രീമതി മെഴ്സി വർഗീസ് അവരുടെ കുട്ടികളുടെ അച്ചടക്കം കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാം. പിന്നെ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ എല്ലാ പേരൻസും എത്തണം, അത് മാത്രമാണ് പറയാനുള്ളൂ. പിന്നെ കഴിഞ്ഞൊരു വർഷക്കാലം ഒപ്പമുണ്ടായിരുന്ന PTA അംഗങ്ങൾ 1-2 പേരൊക്കെ ഇതിൽ നിന്ന്
അവരുടെ കുട്ടികളുടെ പഠനം പൂർത്തിയായോടുകൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ പുതിയ സ്ഥാനത്തേക്ക് വരുന്നവരും ഇനി ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുക എന്നറിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്ന് പറയുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ആന്റണി മേരി അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതിഥികൾ, അതുപോലെ രക്ഷിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, കഴിഞ്ഞ 2 വർഷക്കാലം PTA കമ്മിറ്റിയുമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എങ്കിലും അതിലൊരു 80% മാത്രമാണ് നമുക്ക് വേണ്ടത്ര അതിനെ കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഒരു പദ്ധതിയാണ് മദർ തെരേസ സേവന അവാർഡ് പദ്ധതി. മനുഷ്യത്വത്തിന് ഊന്നൽ നൽകുന്ന, മാനവികതയെ മാറോട് ചേർക്കുന്ന, കുഞ്ഞുമക്കളിൽ മതേതരത്വം വളർത്തുന്ന, ഇന്നത്തെ യുവ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന, സാമൂഹ്യ ഐക്യം കൈവരുത്തുന്ന ഒരു മഹത് സംരംഭമാണ് മദർ തെരേസ സേവന പദ്ധതി. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും UP ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ ജാതിമത ചിന്തകൾക്ക് അതീതമായി സാമൂഹ്യ സേവനത്തിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയുള്ള ചെറുതലച്ഛന്റെ സ്വപ്ന പദ്ധതിയാണ് മദർ തെരേസ സേവന പുരസ്കാരം. നമ്മുടെ വിദ്യാലയത്തിലും പഠനത്തിൽ മാത്രമല്ല മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഇവിടെ വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും നൽകണമെന്ന നമ്മുടെ ഹെഡ്മിസ്ട്രസ് ശ്രീമതി റീത ടീച്ചറുടെ നിർബന്ധ ബുദ്ധിയുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഫലമായി നമ്മുടെ വിദ്യാലയവും ഇതിൽ പങ്കാളിയായി. ഈ പുരസ്കാരം കരസ്ഥമാക്കിയ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഏക വിദ്യാലയം ആണ് കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂൾ എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. റെവറൻഡ് ഫാദർ ഡേവിസ് ചെയർമാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മദർ തെരേസ സേവന അവാർഡ് പദ്ധതിയുടെ 2023-24 വർഷത്തെ മെഗാ ഫിനാലെയും അവാർഡ് ദാന ചടങ്ങും ജൂലൈ 13 ശനിയാഴ്ച എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. UP ഹൈസ്കൂൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സമയം സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന 5 വിദ്യാർത്ഥികളെ വീതം ഓരോ വിദ്യാലയത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവർക്ക് 25,000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകുകയുണ്ടായി. ഇതിനുവേണ്ടി കുട്ടികളെ നയിച്ചതും മാർഗരേഖ കാട്ടിയതും പുരസ്കാരത്തിന് അർഹരാക്കിയതും ഹെഡ്മിസ്ട്രസിനോടൊപ്പം കോഓർഡിനേറ്റർമാരായ റെജി ജോസഫ് ടീച്ചർ, ലിൻഡ ടീച്ചർ, ജോസി ടീച്ചർ എന്നിവരാണ്. 13 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ നിന്നും ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇവരിൽ തന്നെ 5 പേർക്ക് ക്യാഷ് അവാർഡും മറ്റ് 8 പേർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുകയുണ്ടായി. അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളെ പേര് വിളിക്കുന്ന ക്രമത്തിൽ വരിക. അബീർ കെ ചന്ദ്രൻ, വരിക. പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം വരിക. രാഹുൽ പി റസിൽ, ബ്രിട്ടോ ടോം ബിജു, റിസ്വിൻ വർഗീസ്, റിസ്വിൻ മദർ PTA പ്രസിഡന്റാണ്, MPTA പ്രസിഡന്റാണ്. ദ്രാവിഡ് വിജി, ബ്രിട്ടോ ടോം ബിജു, റിസ്വിൻ വർഗീസ്, ദ്രാവിഡ് വിജി. നിറഞ്ഞ കയ്യടിയോടുകൂടി കുട്ടികളെ നമുക്ക് അനുമോദിക്കാം. സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനായി വരേണ്ടത് സെബാസ്റ്റ്യൻ ആന്റണി. സെബാസ്റ്റ്യന്റെ പേരൻസിനെയും ക്ഷണിക്കുന്നു.
സർ വേദിയിൽ ഓൾറെഡി ഉണ്ട്. കുട്ടിയോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. ആദർശ് കെ. ആദർശ് കെ. ഫൈസ അബൂബക്കർ. Faiza is not here. Anjo Rose. Agrisha Piyu. Iza Maria. Evin Chris Jimmy. Abhinav B. Thank you, children. Your parents. വലിയ മുമ്പങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തായാലും സ്നേഹമുള്ള മാതാപിതാക്കളെ എൻ്റെ കർത്തവ്യം സേവന അവാർഡ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പൊതുവെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടികൾ നമ്മുടെ സ്റ്റുഡൻസിനെ കുറിച്ച് പരസ്പരം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുറത്തും ചർച്ചകളുണ്ട്. എങ്ങനെയുള്ള മക്കളാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മക്കൾ നല്ലതാണ്, മറ്റുള്ളവരെ മോശം. നമ്മൾ പൊതുവെ പറയുന്ന കുട്ടികളെ കുറിച്ചിട്ട്, നമ്മുടെ സ്റ്റുഡൻസിനെ കുറിച്ചിട്ട്, ഇപ്പോഴത്തെ സ്റ്റുഡൻസ് മാത്രമല്ല പൊതുവെ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് ഒരു മികവ് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊതുവെ പറയുന്നത് വളരെ മോശം കുട്ടികളാണ്, ഇങ്ങനെ കണ്ടിട്ടില്ല, ഈ കാലഘട്ടം എന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നന്മയുള്ള കുഞ്ഞുങ്ങളും ധാരാളം ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ നമ്മുടെ ഇടയ്ക്ക് ഉണ്ട്. വളരെ കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് നല്ല കുട്ടികളെ വരെ മോശമാക്കി ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ചുറ്റുപാടുകളും ഈ വളരെ കുറച്ച് മോശമായിട്ടുള്ള ഈ കുട്ടികളുടെ ഈ പ്രവർത്തനം മൂലം പൊതുവെ Riswing Burgess. Dravid BG. കേരളത്തിലെ ഓരോ വിദ്യാലയത്തിലെയും അംഗങ്ങളായ മുഴുവൻ കുട്ടികൾക്കും ക്യാഷ് പ്രൈസ് നൽകുക സാധ്യമാണ്. അതുകൊണ്ട് ഓരോ വിദ്യാലയത്തിൽ നിന്നും 5 പേരെയാണ് തിരഞ്ഞെടുത്തത്. ബാക്കി 8 പേരും ഇവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് അക്ഷീണം പ്രയത്നിച്ചവരാണ്. 13 പേരും ഒരുമിച്ച് ഒരുപോലെ തന്നെ പ്രവർത്തിച്ചവരാണ്. വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നൽകി അവരെ അയക്കാൻ മദർ തെരേസ സേവന അവാർഡ് പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്ററായ റിജി ടീച്ചർക്ക് മനസ്സ് വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഫലമായിട്ടാണ് ബാക്കി 8 മക്കൾക്കും വ്യക്തിപരമായി ക്യാഷ് അവാർഡ് നൽകണമെന്ന് ടീച്ചർ തീരുമാനിച്ചത്. ടീച്ചറുടെ ആ വലിയ മനസ്സിന് ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു റെജി ടീച്ചർ. ഒപ്പം തന്നെ ഈ ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി റെജി ടീച്ചർ 8 കൊച്ചുമക്കൾക്കും നൽകുന്ന ക്യാഷ് പ്രൈസ് നൽകുകയും ഒപ്പം തന്നെ സ്കൂൾ
വരേണ്ടതാണ്. അവരോടൊപ്പം മാതാപിതാക്കളെയും ക്ഷണിക്കുന്നു. പേര് സെബാസ്റ്റ്യൻ ആന്റണി. സെബാസ്റ്റ്യൻ ആന്റണി. ആദർശ് KK. ആദർശ്. Faiza has not reached. Anjoros. Anjoros. Agrisha PU. Agrisha. Iza Maria. Evin Chris Jimmy. Evin Chris Jimmy. Abhinav P. Abhinav. Thank you, dear teacher. ഇതിന്റെ കോർഡിനേറ്റേഴ്സായ ജോസി ടീച്ചറും ലിൻഡ ടീച്ചറും ഒപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ സഹായ സഹകരണത്തോടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. They are the strong pillars of our school. ഇവർ 3 പേരും തങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Please welcome dear Reggie teacher. Srimati Josie P. George. And Srimati Linda V. Paul, Linda teacher. Srimati Shabana Sultan, Human Psychology Counselor. മാഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ഡി-അഡിക്ഷൻ ട്രെയിനറും സോഫ്റ്റ് സ്കിൽ ട്രെയിനറും പേരന്റിംഗ് ട്രെയിനറും ഒക്കെയാണ്. SQ Academy എന്ന കൺസൾട്ടൻസി സെന്റർ നടത്തുന്നുണ്ട്. I would like to invite Srimati Shabana Ma'am to deliver her speech. എന്തോ ഒരു ഉയരത്തിൽ ഞാൻ നിൽക്കുന്ന പോലെ. എൻ്റെ പേര് ഷബ്ന എന്നാണ്. പേര് ഇഷ്ടമായോ? നല്ല പേരാണോ? ഓക്കെ. ഒരുപാട് വൈകി എന്ന് പറയുന്നുണ്ട്. നമ്മൾ വൈകിയിട്ടില്ല, നമ്മൾ ഒരിക്കലും വൈകിയിട്ടില്ല. വൈകി എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്ത് നമുക്ക് നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ആ ഒരു സമയം മുതൽ നമുക്ക് അവിടെ സ്റ്റെപ്പ് തുടങ്ങുകയേ ഉള്ളൂ, ആ സമയം തുടങ്ങുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ വളർച്ചയും അവരുടെ വിജയവുമായി ബന്ധപ്പെട്ട് ആണ് സ്കൂളിലേക്ക് വന്നത്. ഈ ഊരി പിഴിഞ്ഞ ഈ ബക്കറ്റിലെ ഡ്രസ്സും കൊണ്ട് ഈ സ്റ്റെയർ കേസിന്റെ അവിടെ വെച്ചാൽ മുകളിലേക്ക് ഈ കുട്ടിയോട് 4-5 തവണ ഇങ്ങനെ പറഞ്ഞിരിക്കണം മുകളിലേക്ക് കൊണ്ടുപോയിടാൻ. ഈ കുട്ടിയെ അമ്മ അറിയാതെ തന്നെ ടച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിറ്റേ ദിവസം ഈ ബക്കറ്റ് ഇവിടെ വെച്ചത് തന്നെ ഓർമ്മയുള്ളൂ. ആ കുട്ടി അത് കൊണ്ടുപോയിട്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അമ്മ പാത്രങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മയുടെ കൂടെ തന്നെ ഈ കുട്ടിയും പാത്രം എടുത്ത് സഹായിച്ചു എന്നാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ ഘോരമായി ഉപദേശിച്ചിട്ടൊരു കാര്യമില്ല. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. നമുക്ക് ഈ കുട്ടിയിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളാണല്ലോ. നമ്മുടെ കുട്ടികളെ കുറിച്ചൊന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്ന്, എന്നെ കണ്ടിട്ട് ഇനി ബോറടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ണുകൾ അടച്ചിരിക്കാം. സാർ നിന്നെ കാണാണ്ട് കണ്ണടക്കാനേ പറ്റുന്നില്ല. സാർ അടച്ചോളൂ, കുറച്ചു നേരം വേണ്ടി തുറക്കാം.
തുറക്കാം. ഓക്കെ, നമ്മുടെ മക്കളെ കുറിച്ച് മാത്രം ആലോചിക്കുക. മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? അവരുടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ, എന്ത് വന്നാലും കുഴപ്പമില്ല, എന്താണ് വരുന്നത്? കുട്ടികളെ കുറിച്ച് ഒരു നെഗറ്റീവ് ആലോചിക്കുക. കുട്ടികൾക്ക് ഉള്ള ഒരു നെഗറ്റീവ് നമുക്ക് പിന്നെ ഒരാളോട് പറയുമ്പോൾ നെഗറ്റീവുകൾ ഒരുപാട് പെട്ടെന്ന് വരുമല്ലോ. നമ്മളെ മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മളെ മക്കളിൽ നിന്ന് മാറ്റണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരിലുള്ള ഒരു പ്രശ്നം ആലോചിക്കുക. ആ പ്രശ്നത്തിലേക്ക് ആ കുട്ടി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിട്ടുണ്ടാവാം? എൻ്റെ മോന് പറഞ്ഞാൽ കേൾക്കാൻ വലിയ മടിയാണ്, പഠിക്കാൻ മടിയാണ്, അനുസരണക്കേടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ ആയിട്ടുണ്ടാവാം? എൻ്റെ മോൻ അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം ആയിട്ടുണ്ടാവാം? അതിനെവിടെയൊക്കെയോ നാം കൂടി ഉത്തരവാദിയാണോ? മനസ്സുകൊണ്ട് ചിന്തിക്കുക, ആരോടും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും പാഴ്ചകൾ പറ്റിയിട്ടുണ്ടോ? ഇനി കുട്ടികളെ നന്മകളെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ കുട്ടിയുടെ നല്ല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. കുട്ടികളിൽ നിന്നുണ്ടാകുന്ന, നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകുന്ന ഓരോ പുഞ്ചിരി കൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഈ പഠനകാര്യം മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ ആലോചിച്ചു നോക്കും. ഒരുപാട് നല്ല ഗുണങ്ങൾ നമ്മുടെ കുട്ടിയുടെ കയ്യിലുണ്ട്. പതിയെ നിങ്ങൾ കണ്ണുകൾ തുറക്കുക. കണ്ണുകൾ അടച്ച് ഉറങ്ങി പോകരുത്. കണ്ണുകൾ തുറക്കുക. എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഉറങ്ങി ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് കുട്ടികളെ ഇപ്പോഴേക്കാണോ വളർത്തുന്നത്, ഫ്യൂച്ചറിലേക്കാണോ വളർത്തുന്നത്? എല്ലാവരും ആലോചിക്കാം. ഫ്യൂച്ചറിലേക്ക് പ്രഭാഷകയുമായിട്ടുള്ള ഷബന മാം ആളുകൾ വളരെ കുറവായി, നഷ്ടമായി അല്ലേ? തീർച്ചയായും നഷ്ടമായി. നമ്മുടെയൊക്കെ മനസ്സിലേക്ക്, മാതാപിതാക്കളായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വളരെ തരത്തിൽ ആഴ്ന്നിറങ്ങുകയും സരസമായ ഭാഷയിൽ നല്ല ഒരു ക്ലാസ് നമുക്ക് നൽകുകയും ചെയ്ത ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ മാമിന് നിർമ്മലയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.